യൂറോപ്പിലെ വളരെ ചെറിയ രാജ്യങ്ങളിലൊന്നായ സ്പെയിനിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പാശ്ചാത്യ ലോകത്തിന് പോലും പിടികിട്ടുന്നില്ല. ലോകമെമ്പാടും ഇപ്പോൾ ചർച്ച ചെയ്യുന്നതും സ്പെയിനിലെ അപ്രതീക്ഷിതമായ ഈ അധിനിവേശത്തെക്കുറിച്ചാണ്. ഏഷ്യയിൽ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും അഭയാർത്ഥികളെത്തുക പതിവാണെങ്കിലും ഇത് തികച്ചും അപ്രതീക്ഷിതവും സകല കണക്കുകൂട്ടലുകളെയും തെറ്റിക്കുന്നതും തരത്തിലായിരുന്നു. വ്യാഴാഴ്ച ഒറ്റ ദിവസം മാത്രം ഏതാണ്ട് 61,000 പേരാണ് മൊറോക്കയിൽ നിന്നും അൾജീരിയയിൽ നിന്നും സ്പെയിനിലേക്ക് കുതിച്ചെത്തിയത്. അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന പതിവ് യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ടെങ്കിലും ഒരിക്കൽ പോലും യൂറോപ്പിലേക്ക് ഇത്രയും വലിയ ഒരു പ്രവാഹമുണ്ടായിട്ടില്ല. പലപ്പോഴും അഭയാർത്ഥികൾ എത്തുന്നത് ആഭ്യന്തര കലഹം രൂക്ഷമാകുമ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ ജീവൻ മരണ പോരാട്ടം എന്ന നിലയിലാണ്. ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമൊക്കെ ഇങ്ങനെ ആളുകൾ ഒഴുകിയെത്തുന്നത് പതിവാണ്. എന്നാൽ അവരൊക്കെ ആഴ്ചകൾ നീണ്ടുനിന്ന സാഹസത്തിനൊടുവിലാണ് എങ്ങനെയെങ്കിലുമൊക്കെ എത്തിച്ചേരുക. ബംഗ്ലാദേശിലും പാകിസ്ഥാനിലുമുള്ളവരുമൊക്കെ വ്യാജ രേഖകൾ സമ്പാദിച്ച് വിസിറ്റിംഗ് വിസയിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആദ്യം എത്തും. അവിടെ നിന്നാണ് അവർ പല രാജ്യങ്ങൾ കടന്ന് കാൽനടയായി വലിയ കുടിയേറ്റ മാഫിയയ്ക്ക് പണം കൊടുത്ത് കടൽ വഴിയുമൊക്കെ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തെത്തുന്നത്. ഗ്രീസിലോ ഫ്രാൻസിലോ ആണ് അവർ പൊതുവെ ആദ്യം എത്തുക. അവിടെ നിന്നാണ് അവർ റിസ്ക് എടുത്തുകൊണ്ട് ബ്രിട്ടനിലേക്കും മറ്റും കുടിയേറുന്നത്. മൊറോക്കയും സ്പെയിനും തമ്മിൽ അതിർത്തി പങ്കിടുന്നത് കൊണ്ട് മൊറോക്കയിൽ നിന്നും സ്പെയിനിലേക്ക് കുടിയേറ്റക്കാർ വരുന്നത് പതിവാണെങ്കിലും ഇങ്ങനെയൊരു ആക്രമണം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് സ്യൂട്ട എന്ന പ്രവിശ്യയുടെ പ്രസിഡന്റ് വി ആർ അണ്ടർ അറ്റാക്ക് എന്ന് പ്രഖ്യാപിച്ചത്. ആധുനിക ലോക ചരിത്രത്തിൽ ഒരു ദിവസം തന്നെ 60,000-ലധികം ആളുകൾ ഒരുമിച്ച് സംഘടിതമായി ഒരു രാജ്യത്തേക്ക് കടന്നു കയറിയിട്ടില്ല. സ്പെയിനിന്റെ സ്യൂട്ട പ്രവിശ്യയും മൊറോക്കോയും തമ്മിൽ അതിർത്തി പങ്കിടുന്നുണ്ടെങ്കിലും കനത്ത വേലി കൊണ്ടും സുരക്ഷ കൊണ്ടും വേർതിരിച്ചിരിക്കുകയാണ്. ഈ അതിർത്തി കടന്ന് എത്തുക പ്രയാസമാണ്. വലിയ യന്ത്രത്തോക്കേന്തിയ ഉദ്യോഗസ്ഥന്മാർ ഈ അതിർത്തിയിൽ കാത്തു നിൽക്കുന്നു. എന്നാൽ ഇവരൊക്കെ കടൽ വഴി നീന്തി സ്പെയിനിൽ എത്തുകയായിരുന്നു. ഇത് കേവലം കുടിയേറ്റക്കാരുടെ പ്രവാഹമല്ല, കൃത്യമായി കണക്കുകൂട്ടിയുള്ള ഇസ്ലാമിക അധിനിവേശമാണ് എന്നാണ് പാശ്ചാത്യ ലോകം ഒരേപോലെ പറയുന്നത്. ഇത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. പാശ്ചാത്യ ലോകത്തേക്കുള്ള ഒരു ഇസ്ലാമിക അധിനിവേശമാണ് എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. അതിന്റെ കാരണം ആഫ്രിക്കൻ രാജ്യമായ മൊറോക്ക 99% മുസ്ലിം ജനത തിങ്ങിപ്പാർക്കുന്ന രാജ്യമാണ്. സുന്നി മുസ്ലിങ്ങളാണ് മൊറോക്കയിൽ തിങ്ങിപ്പാർക്കുന്ന മിക്കവരും. തൊട്ടയൽ രാജ്യമായ അൾജീരിയയിലും 98% പേരും മുസ്ലിങ്ങളാണ്. ആഫ്രിക്കൻ രാജ്യം എന്ന നിലയിൽ സാമ്പത്തികമായി പിന്നോക്കമായതുകൊണ്ട് ഈ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിസ കിട്ടുക പോലും പ്രയാസമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ മൊറോക്കോ സർക്കാരിന്റെ മുൻകൈയിൽ ബോധപൂർവം നടന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ അധിനിവേശം എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഹമാസ് ഭീകരവാദികൾ ഇസ്രയേലിൽ കടന്നു കയറി കൂട്ടക്കൊല ചെയ്തതിന് തുല്യമാണ് കൂട്ടക്കൊല ചെയ്യാൻ അവർ തയ്യാറായില്ലെങ്കിലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് വിലയിരുത്തുന്നത്. വളരെ സംഘടിതമായി ആഴ്ചകളോളം സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിനുകൾ നടന്നു. അതിന്റെ ഭാഗമായി 10,000 ഇവിടേക്ക് എത്തുന്നതിന് വേണ്ടി സ്യൂട്ട തീരത്തെത്തി. ഇവരിൽ 6 മൈലെങ്കിലും നീന്താൻ കെൽപ്പുള്ളവർക്ക് മാത്രമേ ഈ റിസ്ക് എടുക്കാൻ കഴിഞ്ഞുള്ളൂ. ഇവരൊക്കെ ഡങ്കി ബോട്ടുകളിൽ കയറി സ്യൂട്ട തീരത്തെത്തി അവിടെ നിന്ന് ചാടിയിറങ്ങുകയായിരുന്നു. ഇങ്ങനെ സംഘടിതമായി ഇവർ എത്താൻ കാരണം മൊറോക്കൻ സർക്കാരും മൊറോക്കയിലെ രാഷ്ട്രീയ പാർട്ടികളും മൊറോക്കൻ പോലീസും സഹായിച്ചതുകൊണ്ടാണെന്ന് സ്പെയിനും ആരോപിക്കുന്നുണ്ട്. ഇങ്ങനെ എത്തപ്പെട്ട ചെറുപ്പക്കാർ പറഞ്ഞത് സോഷ്യൽ മീഡിയയിലൂടെ വലിയ ക്യാമ്പയിൻ നടന്നു. അതിന്റെ ഭാഗമായി എന്തോ സംഭവിക്കുന്നു എന്നറിഞ്ഞെത്തിയതാണ്. ഇവിടെ എത്തിയപ്പോൾ വഴി കാട്ടിയതും ദിശ പറഞ്ഞു തന്നതും ഒക്കെ പോലീസാണ്. എല്ലാ നിർദ്ദേശങ്ങളും നൽകി എല്ലാ സഹായങ്ങളും ചെയ്തത് മൊറോക്കൻ പോലീസാണെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഒരു സംഘടിതമായ അധിനിവേശമാണ്. ഇസ്ലാമിക അധിനിവേശത്തിന്റെ ഭാഗമായി ബോധപൂർവം കുടിയേറ്റക്കാർ എന്ന നിലയിൽ നടത്തിയ ആക്രമണമായി വിലയിരുത്തപ്പെടുന്നു. യൂസഫ് അലോഷൻ എന്ന 26-കാരനെ കോട്ട് ചെയ്തുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മൊറോക്കയിൽ നടന്ന ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായി യുവാക്കളെ ആകർഷിച്ചതാണെന്നാണ്. ഇന്ത്യയിലെ പാറ്റ വിപ്ലവത്തിന് സമാനമായി സോഷ്യൽ മീഡിയയിലൂടെ ചിലർ ബോധപൂർവം നടത്തിയ ആഹ്വാനത്തിന്റെ ഭാഗമായാണ് ഈ അധിനിവേശം സംഭവിച്ചത് എന്ന് വിലയിരുത്തപ്പെടുന്നു. വാസ്തവത്തിൽ ഇത് യൂറോപ്പിന്റെ ഉറക്കം കെടുത്തുന്നുണ്ട്. ഒറ്റയടിക്ക് 61,000 പേർ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു യൂറോപ്യൻ രാജ്യത്തേക്ക് എത്തുക. സ്യൂട്ട എന്ന പ്രവിശ്യയിലെ ആകെയുള്ള ജനസംഖ്യ 80,000 പേരാണ്. അവിടേക്കാണ് ഏതാണ്ട് അത്രയും ജനങ്ങൾ കൂടി ഒഴുകിയെത്തിയത്. ഇവരിൽ പലരും അവിടെ കിടന്ന കാറുകൾ കൊള്ളയടിച്ചതായും പല വീടുകളും കുത്തിത്തുറന്ന് കയറിയതായും റിപ്പോർട്ടുകളുണ്ട്. ആളുകൾ സംഘടിച്ച് പലരെയും ഓടിക്കുകയും പോലീസ് കർശന നിലപാടെടുക്കുകയും പട്ടാളത്തെ ഇറക്കുകയും ചെയ്തെങ്കിലും ഇവരിൽ മിക്കവരും ഇവിടെ തന്നെ കഴിയുന്നു. വളരെ കുറച്ചുപേർ ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് തിരിച്ചു നീന്തിയിട്ടുണ്ട്. ഇങ്ങനെ സാഹസികമായി നീന്തി കയറാൻ ശ്രമിച്ച 57 പേർ കൊല്ലപ്പെട്ടതായി ഔദ്യോഗികമായ റിപ്പോർട്ടുണ്ട്.
57 മൃതദേഹങ്ങൾ സ്പാനിഷ് അതിർത്തിയിൽ നിന്നും കണ്ടെത്തിയതായി സ്പാനിഷ് പോലീസ് പറയുന്നു. എന്നാൽ ഇതിലധികം പേർ മരിച്ചിട്ടുണ്ടെന്നും ഇവിടെ നിന്ന് തിരിച്ചു നീന്തുന്ന പലരും മരിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. പലരും നീന്തലിൽ മുങ്ങിപ്പോവുകയും തിരിച്ച് സ്പാനിഷ് തീരത്ത് കയറാൻ കഴിയാതെ മരിച്ചു പോവുകയും ചെയ്തവരാണ്. പലപ്പോഴും അഭയാർത്ഥികളായി പല വഴികളിലൂടെ നിയമവിരുദ്ധമായി കടന്നു കയറുന്നതെല്ലാം ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് എന്നത് ശ്രദ്ധേയമാണ്. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, സിറിയ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഒഴുക്കുണ്ടാവുന്നത്. ആഫ്രിക്കയിലെയും ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നാണ് ഇത്രയധികം പ്രവാഹം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കേവലം ഇക്കണോമിക് മൈഗ്രേഷൻ അല്ല, നേരെ മറിച്ച് കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായി പുറത്തു നിന്നുള്ള പിന്തുണയോടുകൂടി നടക്കുന്ന ഒരു ഇസ്ലാമിക അധിനിവേശമാണെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെടുന്നു. അതിനുവേണ്ട പിന്തുണയും സഹായവും അവർ കൊടുക്കുന്നുണ്ടെന്നും ഇവിടുത്തെ നിയമങ്ങൾ അഭയാർത്ഥികൾക്ക് അനുകൂലമായതുകൊണ്ട് ഇങ്ങനെ അധിനിവേശം നടത്താൻ അവർ ശ്രമിക്കുന്നു എന്നുമാണ് ആരോപണം. സ്പാനിഷ് തീരത്തെത്തുന്ന മൊറോക്കോക്കാരെ തിരിച്ചയക്കരുതെന്നും അവർക്ക് അഭയം കൊടുക്കണമെന്നും ഈയിടെ സ്പാനിഷ് സുപ്രീം കോടതി വിധിച്ചിരുന്നു. മാത്രമല്ല, സ്പെയിനിലെ സോഷ്യലിസ്റ്റ് സർക്കാർ അഭയാർത്ഥികളെ സ്വീകരിക്കുന്നതിന് അനുകൂലമാണ്. ജനഹിതത്തിന് എതിരായി അഭയാർത്ഥികൾ എങ്ങനെ എത്തിയാലും അവരെ അംഗീകരിക്കണം, സ്വീകരിക്കണം എന്ന നിലപാടാണ് പരസ്യമായി തന്നെ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് പ്രഖ്യാപിച്ചത്. അതിന്റെ ഭാഗമായാണ് ഇക്കഴിഞ്ഞ ഏപ്രിൽ വരെ സ്പെയിനിലുള്ള അനധികൃത കുടിയേറ്റക്കാർക്ക്, അഭയാർത്ഥികൾക്ക് വർക്ക് പെർമിറ്റും റെസിഡന്റ് പെർമിറ്റും കൊടുക്കാൻ സ്പെയിൻ തീരുമാനിച്ചത്. 5 ലക്ഷം പേർക്ക് അതിന്റെ ആനുകൂല്യമുണ്ടാകും എന്നാണ് കണക്കാക്കപ്പെട്ടതെങ്കിലും അപേക്ഷ ലഭിച്ചത് ഏതാണ് 12 ലക്ഷം പേരുടേതാണ്. ആ 12 ലക്ഷം പേരെ സ്വീകരിക്കുകയും പിന്നാലെ സുപ്രീം കോടതി അവർക്ക് അനുകൂലമായി നിലപാടെടുക്കുകയും ചെയ്തതോടെ ബോധപൂർവം സ്പെയിനിലേക്ക് ഇത്തരത്തിലൊരു തള്ളിക്കയറ്റമുണ്ടായി എന്നാണ് റിപ്പോർട്ട്. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ആദ്യമായാണ് ഇത്രയും വലിയൊരു അധിനിവേശം ഏതെങ്കിലും രാജ്യത്ത് സംഭവിക്കുന്നത്. 61,000 പേർ ഒരു ദിവസം എത്തി. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും ആളുകൾ എത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട്. എന്ന് വെച്ചാൽ സ്പെയിനിനെ പിടിച്ചടക്കാൻ കഴിയുന്ന തരത്തിൽ വലിയ അഭയാർത്ഥി പ്രവാഹം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അയൽ രാജ്യങ്ങളെല്ലാം ആശങ്കയിലാണ്. ഇങ്ങനെ കടന്നു കയറിയവർ സ്പെയിനിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തിയേക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. ബ്രിട്ടനിൽ ഇത് സംഭവിക്കാതിരിക്കാൻ ഉടനടി നടപടിയെടുക്കണമെന്ന് വലതുവംശീയ പാർട്ടി റിഫോം യുകെയുടെ നേതാവ് നൈജൽ ഫരാജ് സർക്കാരിന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഫ്രാൻസിലെ കലായ്സ് ദ്വീപിലെത്തി ഡങ്കി ബോട്ട് കയറി ദിവസവും 100ഉം 200ഉം പേർ ബ്രിട്ടനിലെ ഡോവറിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരെ സ്വീകരിച്ച് അവർക്ക് പഞ്ചനക്ഷത്ര താമസ സൗകര്യം ഒരുക്കാനാണ് ബ്രിട്ടനിലെ നിയമം അനുശാസിക്കുന്നത്. ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നവരുടെ എണ്ണം കൂടുമെന്നും ഇങ്ങനെ സ്പെയിനിലേക്ക് എത്തിയവർ അവിടെ നിന്ന് ആട്ടിപ്പായിക്കപ്പെട്ടാൽ ബ്രിട്ടനിൽ എത്തുമെന്നും ബ്രിട്ടൻ ഭയപ്പെടുന്നു. ഇറ്റലി കർശനമായ നിലപാടുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സ്പെയിനിന്റെ ഷെങ്കൻ സ്റ്റാറ്റസ് സസ്പെൻഡ് ചെയ്ത് സ്പെയിനുമായുള്ള ഇടപാടുകൾ ഇറ്റലി നിർത്തിവെച്ചിട്ടുണ്ട്. ഫിൻലൻഡും ഇറ്റലിയെ പിന്തുണച്ചു. ഫ്രാൻസ് അതിർത്തി മുറുക്കിയടച്ച് അവിടേക്ക് കയറാതിരിക്കാൻ ശ്രമം നടത്തുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനെയൊരു അധിനിവേശമായാണ് കാണുന്നത്. ഈ അധിനിവേശം വലിയ പ്രതിസന്ധിക്ക് കാരണമാകുമെന്നും യൂറോപ്പിന്റെ ജനസംഖ്യാ ശാസ്ത്രത്തിൽ തന്നെ മാറ്റമുണ്ടാവുമെന്നും ആശങ്കപ്പെടുന്നു. എന്തായാലും വളഞ്ഞ വഴിയിൽ നിന്നും മൊറോക്കൻ സർക്കാരിന്റെ സഹായത്തോടെ ഒറ്റയടിക്ക് 61,000 പേരെ ഒരു ദിവസം കയറ്റി പരീക്ഷിച്ചത് യൂറോപ്പിലേക്കുള്ള പുതിയ ഇസ്ലാമിക അധിനിവേശത്തിന് തുടക്കമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ് വെള്ളക്കാരായ യൂറോപ്യൻ രാജ്യങ്ങൾ. കുടിയേറ്റക്കാർക്കെതിരെ അതിശക്തമായ വികാരം രൂപപ്പെടുകയും ഈ രാജ്യങ്ങളിലൊക്കെ വലതു വംശീയ പാർട്ടികൾ ശക്തിപ്പെടുകയും ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിൽ സ്പെയിനിലെ ഈ അധിനിവേശം വരും ദിവസങ്ങളിൽ യൂറോപ്പിന്റെ ഉറക്കം കെടുത്തുമെന്ന് തീർച്ച.